जाना ना दिल से दूर, കുക്കിമോളെ, എന്നാ പിന്നെ നമുക്ക് മോളുടെ റൂമിലേക്ക് ഒന്ന് ചെന്നാലോ? എനിക്ക് മോളുടെ റൂം ഇവര് പറഞ്ഞ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ? എന്റെ റൂമോ? എന്നാ ആന്റി വാ, ഞാൻ ആന്റിക്ക് എന്റെ റൂം കാണിച്ചു തരാം. എന്റെ മോന്റെ വല്ല മ്യൂസിയം ആണോ ഇത്? പല സയൻസ് ഫോട്ടോസ് ഉണ്ടല്ലോ. ഇത്രയും ഞങ്ങളുടെ വീട്ടിൽ പോലില്ല. എന്താ ഇത്? മറിയാൻറ്റി, ആന്റി ഇത് എന്താലോചിച്ചോണ്ട് നിക്കുക? കൊറേ നേരം ആയല്ലോ. എന്താ ഡോറിന്റെ അടുത്ത് തന്നെ നിക്കാനാണോ ഭാവം? ഇന്ന് കേറി വാന്നേ. അത് പിന്നെ ഒന്നുമില്ല മോളെ, ഞാൻ ചുമ്മാ എന്തോ പെട്ടെന്ന് ആലോചിച്ച് അങ്ങനെ വന്നു പോയതാ. ഞാൻ അകത്തേക്ക് വരിക. ഫൈനലി ദിസ് ഈസ് മൈ റൂം. ഇതാണ് എന്റെ സ്വന്തം റൂം. പിന്നെ ആന്റിനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ജിമ്മിനെ പറ്റി? നേരത്തെ താഴെ വെച്ചിട്ട് കൊറിയൻ സിംഗർ ആ ജിമ്മിനാണ് ഈ റൂമിൽ ഫുള്ളായിട്ട് ഈ ഫോട്ടോസിലൊക്കെ ഉള്ള ആള്. ആന്റിക്ക് എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടോ? ഇല്ല മോളെ, എനിക്ക് പരിചയമൊന്നുമില്ല. പിന്നെ മോള് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ മോന്റെ പാട്ടൊക്കെ ഒന്ന് കേട്ട് നോക്കാന്ന് വിചാരിക്കാം. എന്താ, അത്ര നല്ല പാട്ടും ഡാൻസ് ആണോ ഈ മോന്റെ? ഇത് നല്ല കഥ. അത് പിന്നെ ആന്റിക്ക് അറിയാത്തത് കൊണ്ടാ. ആന്റി ഒരു പ്രാവശ്യമെങ്കിലും ജിമ്മിന്റെ സോങ് ഒന്ന് കേൾക്കണം. എന്ത് രസം എന്നറിയോ? ആ വോയിസിൽ തന്നെ ഒരു എന്താ പറയാ, ഒരു മാജിക് ഫീൽ ഉണ്ട്. എന്താ ഞാൻ പറയാ, എനിക്ക് പറയാൻ തന്നെ വാക്കുകൾ കിട്ടുന്നില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ആ ഡാൻസ്, ഒരു രക്ഷയില്ല. ആ ഡാൻസ് കാണുമ്പോ തന്നെ ഞാൻ എന്താ പറയാ, സ്വർഗത്തിൽ നിൽക്കുന്ന ഫീലായി എനിക്ക് തോന്നാറ്. ഞാൻ ചിലപ്പോ എന്നെ തന്നെ മറന്ന് ആ ഡാൻസിൽ അലിഞ്ഞു ചേരാറുണ്ട്. അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. അത്രയ്ക്ക് നല്ല ഡാൻസാ. എന്താ പറയാ, നമ്മുടെ മുന്നിൽ ഒരു ഏഞ്ചൽ വന്ന് ഡാൻസ് കളിക്കുന്ന പോലെ അതുപോലൊരു ഫീലാണ് എനിക്ക് ഉണ്ടാവാറ്. പിന്നെ ആ വോയിസ്, എൻ്റെ പൊന്നേ, ആ വോയിസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ചുറ്റുള്ളതൊന്നും ഞാൻ നോക്കൂല. അത്രയും അഡിക്റ്റാണ് ഞാൻ ആ വോയിസിൽ. ആന്റി ഒന്ന് ഫ്രീ ആകുമ്പോൾ ജിമ്മിന്റെ പെർഫോമൻസ് ഒന്ന് കാണണം. നമ്മുടെ ഈ യൂട്യൂബില് പാക് ജിമ്മിന് എന്ന് അടിച്ചു കൊടുത്താൽ മതി. ജിമ്മിന്റെ ഓരോരോ പെർഫോമൻസ് അതിൽ കാണിക്കും. ആന്റി അത് കണ്ടിട്ട് ആന്റി എന്തായാലും അഭിപ്രായം എന്നോട് പറയണം. കാരണം അത് കാണുമ്പോൾ തന്നെ ആന്റിക്ക് മനസ്സിലാവും ഞാനിതൊന്നും വെറുതെ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണെന്ന് ആന്റിക്ക് അപ്പം മനസ്സിലാവും. പിന്നെ ആന്റി, എനിക്ക് ആന്റിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. പ്ലീസ് ആന്റി എന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാല് എനിക്ക് കൊറിയയിൽ പോവാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എന്താ വെച്ചാല് കൊറിയയിലെത്തിയാലേ എനിക്ക് ജിമ്മിന്റെ പെർഫോമൻസ് കാണാൻ പറ്റുള്ളൂ. ആന്റിക്ക് ഒരു കാര്യം അറിയോ? എനിക്ക് കൊറിയയിൽ നിന്ന് ഒരുപാട് ജോബ് ഓഫേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ പപ്പയും അമ്മയും എന്നെ വിടത്തില്ലെന്നേ. അതുകൊണ്ട് എനിക്ക് പോവാനും പറ്റിയിട്ടില്ല. ഇപ്പോഴും പല കമ്പനിയിൽ നിന്നും എനിക്ക് ജോബ് ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ കാല് പിടിച്ച് പറഞ്ഞത് ആന്റി എന്നെ ഒന്ന് അവിടെ ജോബിന് വിടാൻ. പക്ഷെ പപ്പയും അമ്മയ്ക്ക് ഒരേ ഒരു വാശി, എന്നെ ഒറ്റയ്ക്ക് പുറത്ത് ജോബിന് വിടില്ലെന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷെ ഇപ്പം ആന്റി ഉള്ളത് കൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത് എന്റെ ചേച്ചിയും
ജോച്ചാനും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ നമ്മള് റിലേറ്റീവ്സ് അല്ലേ, അപ്പൊ പിന്നെ ഞാൻ കൊറിയയിൽ സേഫ് അല്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനൊരു ജോബ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എനിക്ക് ജോബൊക്കെ സെറ്റാണ്. ഇവിടെ വിടാത്തതിന്റെ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ജോബിന് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതായത് ആൻറ്റി ഉള്ളത് കൊണ്ട് എനിക്ക് പിന്നെ സേഫ്റ്റിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ആൻറ്റി ഒന്ന് എൻ്റെ മമ്മിയോട് എൻ്റെ ജോബിൻ്റെ കാര്യം ഒന്ന് സൂചിപ്പിക്കാവോ? കാരണം ആൻറ്റി പറഞ്ഞാലേ മമ്മി കേൾക്കൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി കേൾക്കത്തില്ലെന്നേ. ഇനിയിപ്പോൾ എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആൻറ്റി ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ എന്തായാലും സേഫാന്ന് പറയാലോ. എന്താ ആൻറ്റി പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊറിയയിൽ എത്തിച്ചു തരുമോ? പ്ലീസ് പ്ലീസ് പ്ലീസ്. പിന്നെ ആൻറ്റി പേടിക്കണ്ട, ഞാൻ കാരണം ആൻറ്റിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്ക് കൊറിയൻ ജോബ് ചെയ്യണം, പിന്നെ അതേപോലെ തന്നെ ജിമ്മിന്റെ ലൈവ് കോൺസെർട്ട് കാണണം, കുറച്ച് ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം, പിന്നെ ജിമ്മിന്റെ കുറച്ച് ഓട്ടോഗ്രാഫ്സ് മേടിക്കണം. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ നേരെ തിരിച്ച് ഇന്ത്യയിലോട്ട് തന്നെ വന്നോളാം. എനിക്ക് അത് മാത്രം മതി. പ്ലീസ് ആൻറ്റി, പ്ലീസ് പ്ലീസ്. ആൻറ്റി ഒന്ന് പറ. ആൻറ്റി പറഞ്ഞ എന്തായാലും മമ്മി കേൾക്കും. പ്ലീസ് പ്ലീസ്. ആൻറ്റിയും മമ്മിയും ഇപ്പൊ നല്ല ഫ്രണ്ട്സ് അല്ലേ, അപ്പൊ പിന്നെ ആൻറ്റി വിചാരിച്ചാലേ ഈ കാര്യം നടക്കുള്ളൂ. പ്ലീസ് ആൻറ്റി, എനിക്കിത് പറയാൻ വേറെ ആരുമില്ല. പ്ലീസ് ആൻറ്റി, പ്ലീസ്. ആൻറ്റി പ്ലീസ്, ഈ ഒരു കാര്യത്തിൽ മാത്രം ആൻറ്റി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. കാരണം ഈ കാര്യത്തിൽ വേറെ ആരും വിചാരിച്ചിട്ടും കാര്യമില്ല, എന്നെ സഹായിക്കാൻ ആർക്കും പറ്റുന്നില്ല. ഈ ഒരു കാര്യം മാത്രം പ്ലീസ്. അയ്യോ മോളെ, മോൾ എന്തിനിങ്ങനെ പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറയുന്നേ? എന്തായാലും മോക്ക് നല്ല ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്തായാലും ടസനോടൊക്കെ സംസാരിക്കാം. പിന്നെ മോള് പേടിക്കണ്ട, കൊറിയയില് മോൾക്ക് പറ്റിയൊരു ജോലി ഈ ആൻറ്റി തന്നെ ശരിയാക്കി തരാം. അതോർത്ത് മോൾ എന്തായാലും ടെൻഷൻ അടിക്കണ്ട. പിന്നെ മോളുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ആ ജിമ്മിനെ കാണാനുള്ളത്? ആ ആഗ്രഹം നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഈ ആൻറ്റി തന്നെ മോൾക്ക് ആ ആഗ്രഹം സാധിച്ചു തരാം. എന്തായാലും നോക്കാം നമുക്ക്. മോളെന്തായാലും സമാധാനമായിട്ടിരിക്കും. ബാക്കിയൊക്കെ ദൈവത്തിന് വേണ്ടിയല്ലേ. നോക്കാം. ചിലപ്പോ മോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ജിമ്മി പെട്ടെന്ന് മോളുടെ മുന്നിൽ വന്നാലോ? നമുക്കറിയില്ലല്ലോ. എന്തായാലും നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാൻ പറ്റുന്ന സഹായമൊക്കെ ഈ ആൻറ്റി ചെയ്തു തരാം. എന്താ അതുപോലെ? താങ്ക് യു ആൻറ്റി, താങ്ക് യു സോ മച്ച്. ആൻറ്റിന്റെ നാവ് പൊന്നാവട്ടെ. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ജിമ്മിനെ കണ്ടാ മതി. ഞാൻ അതിനു വേണ്ടി വെയിറ്റിംഗ് ആണ് അറിയോ. എനിക്ക് വയ്യ. എത്ര നാളത്തെ കാത്തിരിപ്പാന്നറിയോ ജിമ്മിനെ കാണാൻ എന്നുള്ളത്. ഐ ആം സോ എക്സൈറ്റിംഗ് ആൻറ്റി മുത്താണ്. താങ്ക് യു സോ മച്ച്. എനിക്ക് അത്രയും സന്തോഷമായി. താങ്ക് യു ആൻറ്റി, താങ്ക് യു. ഈ കൊച്ചിനൊരു കാര്യം അവർക്ക് നല്ല സന്തോഷമായി തോന്നുന്നു. എന്നാലും എന്റെ ചിമ്മിക്ക് ഇത്രയും വലിയൊരു ഫാനുള്ള കാര്യം അവനറിയാതെ പോയല്ലോ. എന്തായാലും ഇപ്പൊ എല്ലാം ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. ആരോടും ഇപ്പം ചിമ്മി ഞങ്ങളുടെ മോനാണ് പറയണ്ട. ഒരു സർപ്രൈസ് ആയിട്ട് കുക്കിക്ക് അവനെ കാണിച്ചു കൊടുക്കണം. അപ്പൊ അവളെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അതെനിക്ക് കാണണം. പക്ഷേ കൊറിയയിൽ എത്തിയിട്ട് വേണം ജിമ്മിനോട് കാര്യങ്ങളൊക്കെ പറയണം. അവൻ ഇത്രയും നല്ലൊരു ഫാനുള്ള കാര്യം അതെന്റെ മോൻ എന്തായാലും അറിയാം. എന്തായാലും കുക്കി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല ജിമ്മി എന്റെ മോനായിരിക്കുന്നു. എന്തായാലും അതറിയുമ്പോ അവൾ എന്തായാലും വിട്ടു. എന്തായാലും ഈ റൂമിന്റെ കുറച്ച് ഫോട്ടോസ് എടുത്തു വെക്കാം. എന്നിട്ട് ജിമ്മിനെ കൊണ്ട് കാണിക്കാം. അവനും ഒന്ന് കാണട്ടെ അവന്റെ ഫാന്റെ റൂം എങ്ങനെയാണ്. പിന്നെ ഈ റൂമിന്റെ അകത്ത് ആ കൊച്ചിന്റെ ഒരു ഫോട്ടോ പോലില്ല. പക്ഷെ അതിനും വലുതായിട്ട് എന്റെ മോന്റെ ഫോട്ടോസ് നിറയെ ഉണ്ട് താനും. എന്തായാലും ആരെങ്കിലും വരുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോസ് എടുത്തേക്കാം. എന്നിട്ട് വേണം എന്റെ ചിന്നിനെ കാണിച്ച് അവനെ ഒന്ന് ഞെട്ടിക്കാം. கொஞ்சம் உன் காதல என் இதயத்தை நீ துடிக்கவே கொஞ்சம்
உன் வார்த்தைய என் காதலை நீ மிதக்க செய் என்னோடு நின்று கொள்ளடி வேலைகள் செல்ல வேண்டுமோ என்னோடு சேர்ந்து சொல்லடி பிரிந்து போக வேண்டுமோ സനി പമരി ഗമരി സാ ഇടരാതെ ഞാൻ ആ കൈയിൽ കൈ ചേർക്കവേ മയിൽ പീലി പാളും പോലെ നോക്കുന്നുവോ തണുപ്പാതെ മെല്ലെ ചേർക്കും നേരത്തു നീ വിറയ്ക്കുന്നു മെയ്യും മാറും വേറെന്തിനോ ആശിച്ചു ഞാൻ തോരാത്തൊരീ പൂമാരിയിൽ മൂടട്ടെ നാം. ഏഹ്യാ, 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 ഏഹ്യാ. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി നനഞ്ഞൂടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ കാറ്റാലെ ഈരൻ മുടി ചേരും നിറം നീലാകവേ നീളുന്നൊരീ മൺപാതയിൽ തോളോട് തോൾ പോയില്ലയോ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി നനഞ്ഞൂടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ. സനി പമരി ഗമരി സാ ഹാ കുക്കീസേ, നീ ഇവിടെ ഇരിക്കായിരുന്നോ? ഷോ എന്റെ പൊന്നിനെ ചേച്ചി, ഞങ്ങളെ വന്ന് ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഞാനും എന്റെ ജീവനും ഈ പാട്ടൊന്ന് പാടി തീർത്തോട്ടെ പ്ലീസ്. എന്ത് ജിമിനോ? ഓ എന്റെ കുക്കീസേ, നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്താണോ? ജിമിൻ എങ്ങനെ ഇങ്ങോട്ട് വരാനാ? അതും ആ കൊറിയയിലുള്ള ആ K-pop സിംഗർ നിന്റെ അടുത്തിരുന്ന് പാട്ട് പാടുന്നു. നിനക്കെന്താ വന്ന് വന്ന് തലയ്ക്ക് സുഖമില്ലാതെയോ? എന്റെ കുക്കീസേ, നിന്റെ ഒരു കാര്യം 24 മണിക്കൂറും ആ ജിമിനെ പറ്റിയ ചിന്ത. പിന്നെ എങ്ങനെ തോന്നാതിരിക്കും ജിമിന് പാടിയെന്നൊക്കെ? നിനക്കെന്തായാലും തോന്നിയതായിരിക്കും, അല്ലാതെ ജിമിനോടെ എങ്ങനെ വരാനാ? ആണോ? ഇനിയിതിപ്പം എന്റെ തോന്നലാണോ? തോന്നല് തന്നെ ആയിരിക്കും, അല്ലാതെ എങ്ങനെ ജിമിന് വരാനാ? ഇനിയിതിപ്പം തോന്നല് തന്നെ ആണെന്ന് വിചാരിക്കാം. നിങ്ങളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാനാണെങ്കിൽ ആ തോന്നലങ്ങ് മുഴുകിയിരിക്കുകയായിരുന്നു. തോന്നലാണെങ്കിൽ കൂടി ആ തോന്നലിനും ഒരു സുഖമൊക്കെ ഉണ്ട്. എന്തൊക്കെയായിരുന്നു നല്ല രസത്തിൽ ഞങ്ങൾ 2 പേരും അങ്ങ് പാടി പാടി വരായിരുന്നു. എന്നിട്ടിപ്പോ എല്ലാം കൊണ്ട് നശിപ്പിച്ചു. സമാധാനായോ? ഓ അതൊക്കെ വിടേണ്ട കുക്കീസ്. ഞാനിപ്പോൾ വേറൊരു കാര്യം പറയാനേ ഇവളെയും കൂട്ടി ഇതാ ഇങ്ങോട്ട് വന്നേ. എനിക്ക് കുക്കീസിനോടും നീയനോടും ഒരുമിച്ച് ചോദിക്കാനുള്ളതാ. അതായത് കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞൊരാളാണ് ഞാൻ. പക്ഷേ എന്നാലും എന്താ അറിയില്ല, ജോച്ചായനെ കണ്ടപ്പോൾ ജോച്ചായനായിരിക്കും എൻ്റെ പാർട്ട്ണർ എന്നെനിക്ക് തോന്നി. എന്താ പറയുക, ഈ മാരേജുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇനി നിങ്ങളും കൂടി പറ, നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ജോച്ചായൻ നല്ല ആളല്ലേ? എനിക്ക് ചേരൂലേ ജോച്ചായൻ?
ഓ, അപ്പൊ അതായിരുന്നു ഇത്ര വലിയ ആനക്കാര്യം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എന്നെയും വലിച്ച് ഇങ്ങോട്ട് വന്നല്ലേ. ഇവളോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവള് വേഗം ചേച്ചിനോട് കല്യാണം കഴിക്കാനേ പറയുള്ളൂ. കാരണം എന്താ, ഇവക്ക് എങ്ങനെയെങ്കിലും കൊറിയയിലെത്തിയാൽ മതി. കാരണം അവൾക്ക് കൊറിയയിലാണല്ലോ ജീവനുള്ളത്. അതുകൊണ്ട് അവളോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ചേച്ചി ഒന്ന് നല്ലോണം ആലോചിച്ചിട്ട് ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോയാൽ മതി. ചോദിച്ചായനാള് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ ഫാമിലി എല്ലാവരും എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അവരൊക്കെ നല്ലതാണോന്ന് എല്ലാരും ഒക്കെ നോക്കിയിട്ടേ ലാസ്റ്റ് ഒരു തീരുമാനം എടുക്കുന്നതല്ലേ നല്ലത്. എന്റെ ചേച്ചി, ഈ ചേച്ചി പറയും പോലെ ഒന്നല്ല കാര്യങ്ങള്. എനിക്ക് കൊറിയ പോവാൻ ഇഷ്ടമാണ് എന്ന് കരുതി അതും എന്റെ ചേച്ചിയുടെ ജീവിതമായിട്ട് ഒരു ബന്ധവുമില്ല. കൊറിയയിൽ എനിക്ക് വർക്ക് കിട്ടിയാൽ ഞാൻ എങ്ങനെയെങ്കിലും പോവും, അത് വേറെ കാര്യം. പക്ഷെ ഈ മാരേജിനെ പറ്റി ഒരു ജെനുവിൻ അഭിപ്രായം പറയുകയാണെങ്കിൽ ജോച്ചാൻ ആള് നല്ല ആളാ, അത് കണ്ടാൽ തന്നെ അറിയാം. പെരുമാറ്റാണെങ്കിലും പിന്നെ ആ ഫാമിലി, അവിടുത്തെ എല്ലാവരും എത്ര നന്നായിട്ടാണെന്നറിയാം പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചേച്ചിനോട് ഈ മാരേജ് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചത്. പിന്നെ പപ്പയ്ക്കും മമ്മിക്കും എല്ലാവർക്കും അറിയാവുന്ന ഫാമിലി, അപ്പൊ പിന്നെ എന്റെ ചേച്ചി എന്തായാലും സേഫ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ആ ഫാമിലിയിലുള്ള എല്ലാരും അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ചേച്ചിക്ക് ഇതെന്തിന്റെ കേടാ, എന്തിനെങ്ങനൊക്കെ പറയുന്നേ? ആ ഫാമിലിയിലെ എല്ലാവർക്കും നല്ല സ്വഭാവ, പ്രത്യേകിച്ച് ആ ആന്റിക്കും അങ്കിളിനും. എത്ര സ്വീറ്റാന്നറിയോ അവര്. ആ ആന്റി ആണെങ്കിൽ എന്നെ എത്ര കാര്യമെന്നറിയോ. പറയുമ്പോ ഒരു ദിവസത്തെ പരിചയമുള്ളൂ, പക്ഷെ ആ ആന്റി എന്നെ എത്രയോ കാലം മുന്നേ അറിയാവുന്ന പോലെയാ സംസാരിച്ചേ. അത്രയ്ക്ക് നല്ല ആന്റിയും അങ്കിളും. അതേപോലെ തന്നെ പിന്നെ ജോസായന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ജോസായനാണെങ്കിലും എന്താ പറയാ, ഒരു നല്ല ബ്രദറായിട്ട് എന്നോട് സംസാരിച്ച് എന്ത് സ്വീറ്റാന്നറിയോ. അങ്ങനെ ഒരു ബ്രദറിനെ കിട്ടാൻ വേണ്ടി നമ്മൾ പുണ്യം ചെയ്യണം. അത്രയ്ക്ക് നല്ല കൂൾ ആൻഡ് കാമാണ് ജോച്ചായൻ. അതേപോലെ തന്നെ വീച്ചായനായിക്കോട്ടെ, വീച്ചായനും ആള് കുറച്ച് പൊട്ടിത്തെറി ഉണ്ടെങ്കിലും ആള് കുറച്ച് സ്വീറ്റാണ്. പിന്നെ അതിൽ കൂടുതൽ എന്താ വേണ്ട എന്റെ ചേച്ചിക്ക്, ആ ഫാമിലിയിലേക്ക് ആര് കയറി ചെല്ലാണെങ്കിലും അത് കുറച്ച് ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ കയറി ചെല്ലാൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് നല്ല ഫാമിലിയാ. അതുകൊണ്ട് തന്നെ എൻ്റെ ചേച്ചി ആ ഫാമിലിയിലേക്ക് പോവുകയാണെങ്കിൽ ചേച്ചിക്ക് ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. ചേച്ചി അവിടെ സേഫ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കണ്ട, ചേച്ചി കണ്ണും പൂട്ടി യെസ് പറഞ്ഞു. ഓക്കെ ഫൈൻ, നീ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ സമ്മതിച്ചു തരാം. ഒന്ന്, ആ ആന്റി അങ്കിളും അവര് നീ പറഞ്ഞതുപോലെ സ്വീറ്റാണ്, കൂളാണ്, കാമാണ്. എത്ര നന്നായിട്ട് അവർ പെരുമാറുന്നേ, അതൊക്കെ നീ പറഞ്ഞ ശരിയാ. അതേപോലെ ചോച്ചായനും കുഴപ്പമൊന്നുമില്ല, ആള് നല്ല സ്വീറ്റാണ്, നീ പറഞ്ഞതുപോലെ നല്ലൊരു ബ്രദറും ആണ്. പക്ഷേ അതിൽ ഒരാളെ കാര്യം മാത്രം നീ പറഞ്ഞതിനോട് യോജിക്കാൻ എനിക്ക് വയ്യ. ആ പരട്ട ABCD ഉണ്ടല്ലോ, അയാൾ അത്ര പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭൂലോക ഉടായിപ്പാന്ന് എനിക്ക് തോന്നുന്നത്. എന്ത് ABCDയോ? യു മീൻ വീച്ചായാലെയാണോ നീ ഉദ്ദേശിച്ചേ? ഓ തന്നെ തന്നെ, അത് തന്നെ. അയാൾ V ആയിക്കോട്ടെ അല്ലെങ്കിൽ WXYZ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അയാൾ അത്ര എടുപ്പാന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അയാളുടെ പെരുമാറ്റമൊന്നും ശരിയല്ലെന്നേ. ഭൂലോക ഉടായിപ്പ്, ഒരു ഗുണ്ടയാണോന്ന് എനിക്ക് സംശയമുണ്ട്. ജോച്ചായന്റെ ഇരട്ടയാണെങ്കിലും പക്ഷെ പറയാതിരിക്കാൻ വയ്യ ചേച്ചി. അയാൾക്കൊരു പാറട്ട സ്വഭാവട്ടോ. എന്തായിരുന്നു ആ വീക്കി. അയാള് വെറും വീയല്ല, അയാള് കഞ്ചാവാണോന്ന് വരെ എനിക്ക് ഡൗട്ടുണ്ട്. അയാൾ അത്ര ശരിയല്ല. അതാ ഞാൻ പറഞ്ഞ ഈ കല്യാണം ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരേന്ന്. എന്റെ നീ ഇതെന്തൊക്കെയാ പറയുന്നേ? ആ വീച്ചായനെ പറ്റിയിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? കഷ്ടം തന്നെ. വീച്ചായൻ എത്ര നല്ല ആളാന്നറിയോ, എന്ത് നന്നായിട്ട് അറിയോ പെരുമാറുന്നേ. എന്നിട്ട് ആ മനുഷ്യനെ പറ്റിയാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? കഷ്ടം തന്നെ നിന്റെ കാര്യം. എന്തറിഞ്ഞിട്ടാ നീ പറയുന്നേ? നിനക്കൊരു കാര്യം അറിയോ? വീച്ചായൻ ഇന്നലെ എന്തൊക്കെയാ എന്നോട് പറഞ്ഞത്? ജോച്ചായൻ ഒരു പാവാണ്, ജോച്ചായനെ വിഷമിപ്പിക്കരുത്, ജോച്ചായന് എന്നെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്, അതുകൊണ്ട് ഒരിക്കലും ഈ മാരേജിന് നോ പറയരുത്, ജോച്ചായൻ എന്നെ പൊന്നു പോലെ നോക്കും, അതുകൊണ്ട് ഈ കല്യാണത്തിന് ഓക്കെ ആണെന്ന് പറയണം. അങ്ങനെയൊക്കെ വീച്ചായൻ എന്നോട് പറഞ്ഞേ. അതെന്തുകൊണ്ടാ? വീച്ചായന് ജോച്ചായന് ഒത്തിരി ഇഷ്ടമായതുകൊണ്ടല്ലേ, നല്ലൊരു ബ്രദർ ആയതുകൊണ്ടല്ലേ. എന്നിട്ട് ആ മനുഷ്യനെ പറ്റി എങ്ങനെ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നി? അത് പിന്നെ ചേച്ചി വേറൊന്നല്ല, നമ്മുടെ ചേച്ചിക്ക് ചിലപ്പോ വല്ല വടയക്ഷീന്റെയും ബാധ കയറിയിട്ടുണ്ടാവും.
അതല്ലെങ്കിൽ പിന്നെ ഇതിലെ ഏതെങ്കിലും കൊറിയൻ പ്രേതങ്ങൾ പോയിട്ടുണ്ടോ? കാരണം എന്താ അറിയോ, ഇന്നലെ ഞാൻ ഇതിലെ വരുന്ന വഴിക്ക് ഇതിലെ എന്തോ ഒരു ബാധൊളിപ്പിക്കലുണ്ടായിരുന്നു. ഇവര് പൊരിഞ്ഞടിയായിരുന്നു. എന്തിനെ പറ്റിയ ആ അടിയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വരുമ്പോ വീച്ചാനാണെങ്കിൽ നീയേച്ചിനെ വടയക്ഷിന്ന് വിളിക്കുന്നു, നീച്ചാണെങ്കിലോ തിരിച്ച് വീച്ചാനെ എന്തായിരുന്നു കൊറിയൻ പ്രേതമേ അങ്ങനെ വിളിക്കുന്നത് ഞാൻ കേട്ടു. പിന്നെ എന്തൊക്കെയോ തമ്മിൽ വിളിക്കുന്നുണ്ട്. കുറെയൊക്കെ ഞാൻ മറന്നു പോയതാ ചേച്ചി. പിന്നെ എൻ്റെ ഹെൽത്ത്, അവിടെ ഒരു സേഫ്റ്റി ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം ആ കടിച്ചു കീറുന്ന മൃഗങ്ങൾക്കിടയിലേക്ക് ഞാൻ ചെന്നില്ല. ഞാൻ പിന്നെ അപ്പൊ തന്നെ തിരിച്ചിങ്ങ് പോന്നു. അല്ല, അതെന്തായിരുന്നു സംഭവം? അതൊന്ന് പറഞ്ഞു ചേച്ചി. ആഹാ, ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ സംഭവം ഉണ്ടായോ? എന്നാ അതൊന്നും അറിയണല്ലോ മോളെ. നീയ എന്താ സംഭവം? അത് വള്ളി പുള്ളി തെറ്റാതെ എല്ലാം ഞങ്ങൾക്ക് പറയണം. എന്നാ പറഞ്ഞു. അത് വേറെ ഒന്നുമല്ലെങ്കിൽ ചേച്ചി, എൻ്റെ ഷോളിൽ അന്ന് ചെറുതായിട്ടൊന്ന് ജ്യൂസായി. അപ്പോൾ ഷോള് കറയാവേണ്ടെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ റൂമിലേക്ക് ഒന്ന് വന്നതാ. അപ്പോഴതാ അവിടെ നിൽക്കുന്നു ആവി. അറിയാതെ എൻ്റെ കാലൊന്ന് സ്ലിപ്പായി ഞാൻ അയാളെ പുറത്തേക്ക് അങ്ങ് വീണു. അത് ജിയച്ചിക്ക് ഓർമ്മയില്ലേ? അപ്പോഴാണല്ലോ അവിടെ ഓപ്പോസിറ്റ് ജോച്ചായി വന്നത്. അന്നേരമായിരുന്നല്ലോ ഞാൻ പെട്ടെന്ന് അത് പ്രേതാന്ന് വിചാരിച്ച് അങ്ങനെ കാറിക്കൂവിയതൊക്കെ. അതവിടെ തീർന്നതാ. പിന്നെ അയാൾ അതിൻ്റെ പേര് പറഞ്ഞ് എന്നോട് കുതിര കയറാൻ വന്നതാ. സംഭവം ഞാൻ അറിയാതെ സ്ലിപ്പായതാ, അല്ലാതെ മനഃപൂർവ്വം ഞാനിപ്പോൾ അയാളെ നേരത്തേക്ക് വീണതൊന്നുമല്ലല്ലോ. അത് വന്നിട്ട് അയാൾക്ക് മനസ്സിലാവേണ്ടേ? അയാൾ എന്നോട് പറയാ, പെൺകുട്ടികളായ കുറച്ചൊക്കെ അടക്കും ഒതുക്കും വേണം, ഇതുപോലെ ലോറി പൈ പോലെ പായരുതെന്ന്. അങ്ങനെയൊക്കെ കേട്ട പിന്നെ ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ഞാൻ വാ പൊത്തി മിണ്ടാതിരിക്കുന്നു? ഞാനും പറഞ്ഞു നല്ലോണം നാലെണ്ണോ. പിന്നെ അയാൾ ഇങ്ങോട്ട് കുറേ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് തിരിച്ചും പറഞ്ഞ് ലാസ്റ്റ് എന്തൊക്കെയോ വായി തോന്നിയൊക്കെ പരസ്പരം ഞങ്ങൾ വിളിച്ച്. പിന്നെ ആൻറ്റി വിളിച്ചപ്പോഴൊക്കെ അയാൾ താഴോട്ട് വന്നേ. ആ ബഹളായിരിക്കും ഇവിടെ കേട്ടിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ വരട്ടെ. നോക്ക് ചേച്ചി, അപ്പൊ വെറുതെ അല്ല ഇത്ര നേരം ഈ കല്യാണം വേണ്ട, എല്ലാവരുടെ സ്വഭാവം നോക്കണം എന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ ചേച്ചി എന്തൊക്കെയായാലും ബീച്ചാനെ തെറ്റ് പറയാൻ പറ്റും. വെറുതെ ആ മനുഷ്യൻ ദേഹത്തേക്ക് കയറിയതും പോരാ, എന്നിട്ട് ആ മനുഷ്യനെ കയറി ചീത്തയും വിളിച്ചിട്ട് എന്തായാലും ഞാൻ ബീച്ചായൻ്റെ ഭാഗത്തേ നിൽക്കുള്ളൂ. കാരണം ബീച്ചായൻ്റെ സ്ഥാനത്ത് ഈ പറഞ്ഞ നീയേച്ചിയാണെങ്കിലും എന്തായാലും പ്രതികരിക്കും. അതുകൊണ്ട് അത് വിട്. എന്തായാലും ചേച്ചി ഇനിയിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് ഈ കല്യാണം ഫിക്സ് ചെയ്യാം. ഓക്കെ? ഇപ്പം എന്ത് ചെയ്യായിരിക്കും? അവിടെ ഇപ്പോൾ ചായ ഒക്കെ കുടിക്കുന്ന സമയമല്ലേ, ചിലപ്പോൾ ചായ കുടിക്കായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ടി വി ആണിരിക്കും. ഇനി ടി വി ആണോ? എനിക്കറിയില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യായിരിക്കും? ഇനി ഫോണ് കളിക്കാമോ? ഒന്നും അറിയില്ല. കാര്യം എന്തായാലും ഒറ്റ ദിവസത്തെ പരിചയമുള്ളൂ ഞാനും ജിയും തമ്മിൽ. പക്ഷേ എനിക്കെന്തോ ജിയ എൻ്റെ ഒരു സ്പെഷ്യൽ വണ്ണായ പോലെ, എന്താ പറയാ, ഒരു സ്പെഷ്യൽ പേഴ്സൺ. എൻ്റെ ഹൃദയത്തോട് അവള് പെട്ടെന്ന് ചേർന്ന പോലെ. ഇനിയിപ്പൊ എന്നാ ഒന്നും ജിയനെ കാണാൻ പറ്റുക? ജോച്ചായ, എന്താണ് ഒറ്റയ്ക്കൊരു സംസാരം? എന്താ ഞങ്ങൾ വന്നത് ഡിസ്റ്റർബൻസ് ആയോ?
വാ വാ കേറി വാ. എന്തായിരുന്നു പെണ്ണ് കാണാൻ പോകുമ്പോ ഞാനിതെങ്ങനെ മുടക്കുന്നു, കല്യാണം വേണ്ട. എന്നിട്ടിപ്പോ കല്യാണത്തിന് ന്യൂസും പറഞ്ഞ് ഇവിടെ വെറുതെ ചിരിച്ചിരിക്കുന്നു. ആളുകളുടെ ഒക്കെ ഒരു മാറ്റമേ. കാര്യം എന്തൊക്കെയാണെങ്കിലും ജോക്ക് പെണ്ണാണം പോയതാണെങ്കിലും അവിടെ വെച്ച് നിന്റെ ഒരു ഫാനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അറിയാം നിനക്ക്? ഞാനതൊക്കെ അറിഞ്ഞു. പിന്നെ മമ്മി വന്നപ്പോ തൊട്ട് നോൺ സ്റ്റോപ്പായി സംസാരിച്ച ഒരേ ഒരു കാര്യം കൂക്കി 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 കൂക്കി. അങ്ങനെയാണ്, കൂക്കി ഇങ്ങനെയാണ്. അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, എന്റെ വലിയ ഫാനാണ്. അവളുടെ റൂം നിറയെ എന്റെ ഫോട്ടോസാണ്. എന്നിട്ട് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് മമ്മി അവളുടെ റൂം ഫുൾ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുക. എന്തായാലും അവൾക്കൊരു സർപ്രൈസ് എൻട്രി തന്നെ കൊടുക്കണം എന്നാ മമ്മി പറഞ്ഞേ. എന്തായാലും അങ്ങനെ തന്നെ കൊടുക്കണം, അവളൊന്ന് ഞെട്ടണം എന്നാ മമ്മി പറഞ്ഞേ. പക്ഷെ പറഞ്ഞ് ആ ഒരു ഫാനിനെ, എന്നെ ഇത്ര ഇഷ്ടപ്പെടുന്ന ആ ഫാനിനെ ഒന്ന് കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇപ്പൊ തന്നെ കാണണമെന്നുണ്ട്. പക്ഷെ മമ്മി പറഞ്ഞു ടൈം ആയിട്ടില്ല, കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് സർപ്രൈസ് ആയിട്ട് കാണാന്നാ പറഞ്ഞേ. അതുകൊണ്ട് ഞാനും വെയിറ്റിംഗ് ആണ് ആ ആളെ കാണാൻ. എടാ എനിക്കൊരു വഴി പറഞ്ഞു താ, എനിക്ക് എങ്ങനെയെങ്കിലും ചെയ്യാന്ന് കോണ്ടാക്ട് ചെയ്യണം. ഞാൻ നമ്പർ വാങ്ങിയെന്നുള്ള ശരിയാ, പക്ഷെ ഇത്ര നേരമായിട്ട് ഞാൻ അവൾക്ക് മെസ്സേജ് ഒന്നും അയച്ചില്ല. എനിക്കെന്തോ പേടി. ഞാനിപ്പോൾ എന്താ അയക്കുക? എന്തോ ടെൻഷനാവുന്നു. 1-2 പ്രാവശ്യം ഞാൻ മെസ്സേജ് അയക്കാൻ വേണ്ടി ഫോൺ എടുത്തതാ, പക്ഷെ എൻ്റെ കയ്യിൽ കയറി വരയ്ക്കാം. അതുകൊണ്ട് പിന്നെ ഞാൻ ഫോൺ അവിടെ തന്നെ വെച്ചു. എന്നാലും എന്റെ ഇച്ഛായ, നിങ്ങളിത് എന്ത് പണിയാ കാണിച്ചേ? ആ ഫോൺ നമ്പർ എന്തിനു വാങ്ങിയതാ? കാണാൻ വാങ്ങി വെച്ചതാണോ? ആ ചേച്ചി വിചാരിച്ചിട്ടുണ്ടാവും ഇച്ചായൻ ഇപ്പൊ മെസ്സേജ് അയക്കുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കിയിരിക്കും. എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചുകൂടിയിരുന്നോ? ഒരു ഹായോ, അല്ലെങ്കിൽ ഗുഡ് നൈറ്റോ, ഗുഡ് മോർണിംഗോ, ഫുഡ് കഴിച്ചോന്നോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ എത്തിയെന്നോ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ എന്റെ ഇച്ചായ? ആ ചേച്ചി ഇപ്പൊ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? ഇച്ചായനെ ചാടിയാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതെന്നെ ചിമ്മി പറഞ്ഞത് വളരെ കറക്റ്റാ. എന്തൊക്കെയായിരുന്നു പരസ്പരം മനസ്സിലാക്കണം, അതിനു വേണ്ടിയിട്ട് നമ്പർ കൊടുക്കുന്നു. എന്നിട്ടിപ്പോ എന്തായി? ഇങ്ങനെയാണോ നിങ്ങളുടെ മനസ്സിലാക്കല്? ഷോ എനിക്ക് വയ്യ എന്റെ ജോ, നിന്നെ കൊണ്ടെന്നാല്. എന്നാ ഒട്ടും ടൈം കളയണ്ട, ഇപ്പൊ തന്നെ അയച്ചോ. ഒരു ഹായ് അയക്കി, വേഗം ആവട്ടെ, അയക്കി. ചിമ്മി മെസ്സേജ് അയക്കണോ? എനിക്കെന്തോ പേടിയാവുന്നടാ. ജോ നീ ഒന്നും ആലോചിക്കണ്ട, കൂളായിട്ടിരിക്കും. എന്തൊക്കെയായാലും നീ നാളെ മാരേജ് ചെയ്യാൻ പോകുന്ന കുട്ടിയല്ലേ, എന്തായാലും കണ്ടെടുത്തോളം. കുട്ടി നല്ല കുട്ടി, നല്ല ക്യാരക്ടറാണ്. അപ്പൊ നീ ഒന്നും ആലോചിക്കണ്ട, ജസ്റ്റ് ഒരു ഹായ്, ചിമ്മി പറഞ്ഞതുപോലെ തന്നെ ഒരു ഹായ് അങ്ങ് അയക്കി. അവളെന്താ റിപ്ലൈ ചെയ്യാൻ നോക്കാലോ. അങ്ങനെ പതുക്കെ നിങ്ങൾ മെസ്സേജൊക്കെ അയച്ച് കോളൊക്കെ ചെയ്ത് എല്ലാം സെറ്റാവും. ഇതൊരു സ്റ്റാർട്ടിങ് ട്രബിളാ, നീ ഒന്ന് അയക്കടാ. ഓക്കെ, ഞാൻ അയക്കല്ല. അയ്യോ കുക്കീസേ, ദേ ചോദിച്ചായന്റെ മെസ്സേജ്. ഒരു ഹായെന്ന് ഞാൻ എന്താ ചെയ്യാ? ഓ എന്റെ ചേച്ചി, ഇങ്ങനെ മിൽനസ്യാന്ന് നോക്കി നിൽക്കാതെ ഒരു റിപ്ലൈ അങ്ങ് കൊടുക്ക്. ഹായ് എന്നല്ല വന്നേ, തിരിച്ചൊരു ഹായ് കൊടുക്ക്. അല്ലെങ്കിൽ ഇച്ചായനെന്ന് വിചാരിക്കും, ചേച്ചിക്ക് ജാടയാണെന്ന് വിചാരിക്കും. അപ്പോ തിരിച്ചൊരു ഹായ് എന്ന് കൊടുക്കല്ലേ? അയ്യോ ദേ തിരിച്ചൊരു ഹായ് വന്നു. ഇനിയിപ്പോ എന്താ ചോദിക്കുക? ഓ എനിക്കെന്തോ ടെൻഷൻ ആവുന്നു. ഓ എന്റെ ചേച്ചി, ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ വേറെ എന്തെങ്കിലും കൂടി ചോദിക്കും. വേറെ എന്ത് ഞാൻ ചോദിക്കാനാ? ഇപ്പൊ ചായ കുടിക്കുന്ന സമയല്ലേ, ചായ കുടിച്ചോന്ന് ചോദിക്കാം. എന്താ, എങ്ങനെയുണ്ട്? അതുപോലെ. ഓ എന്റെ അറിവിന്റെ നിറകുടമേ, ഇവിടെ ചായ കുടിക്കുന്ന സമയമാണ് എന്ന് കരുതി അങ്ങ് കൊറിയയിൽ ഇപ്പോ അവര് ഫുഡ് കഴിച്ച് കിടന്നിട്ടുണ്ടാവും. അപ്പൊ ഫുഡ് കഴിച്ചോന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കി. ഷോ, ഓ അതിപ്പോ എനിക്കെങ്ങനെ അറിയാൻ അവിടെ ചായ കുടിക്കുന്ന ടൈമാണോ ചോറുന്ന ടൈമാണോ? എനിക്ക് ആ ടൈമൊന്നും അറിയില്ല. എന്നാ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കാം. അതുപോലെ. ഫുഡ് കഴിച്ചോ ചോച്ചായ? ഇനിയിപ്പോ എന്താ ചോദിക്കുക? ഓ എനിക്കെന്തോ ടെൻഷൻ ആവുന്നു. എന്താ പറയാ,
നിക്ക് അവൾ എന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ട്, അത് വരട്ടെ. ഫുഡ് കഴിച്ച ചോദിച്ചായെന്ന്. ഓക്കെ വയ്യ, അവിടെ ചോദിച്ചാന്ന് വിളിക്കുമ്പോൾ കേൾക്കാൻ നല്ല സുഖം. ഞാൻ റിപ്ലൈ കൊടുക്കട്ടെ. എന്നാ പിന്നെ വാ വീച്ചായ, നമ്മൾ എന്തിനാ ഈ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നത്? നമുക്കങ്ങ് പോയേക്കാം. അവരിനി ചാറ്റ് കോൾ എന്തെങ്കിലും ചെയ്യട്ടെ. അത് തന്നെ എൻ്റെ ചിമ്മി, ഞാനത് പറയാൻ വരെയായിരുന്നു. നമ്മളായിട്ട് ആരെയും ഇനി ഡിസ്റ്റർബ് ചെയ്യണ്ട. അവരായി അവരുടെ പാടായി. നമുക്കൊന്നും പിന്നെ ചാറ്റ് ചെയ്യാനും കോൾ ചെയ്യാനൊന്നും ആരില്ലല്ലോ. എന്ത് ചെയ്യാം, സിംഗിളായി പോയില്ലേ. വാടാ, നമുക്ക് പോയി ആകാശത്തെ നക്ഷത്രങ്ങൾ എണ്ണാം. വാ വാ. ഓ, നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഇരുന്നിട്ട് എനിക്ക് കൂടുതൽ ടെൻഷൻ ആവുന്നു. ഒരു കാര്യം ചെയ്യാം, ബാക്കി ഞാൻ റൂമിൽ ചെന്ന് മെസ്സേജ് അയച്ചോളാം. ഇതെന്താടാ ജോ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നേ? നിനക്കെന്താ ഭ്രാന്തായോ? അതെന്തേലും ആവട്ടെ, ഞാൻ നിന്നോട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാ വന്നേ. ഞങ്ങളെല്ലാരും കൂടി ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അത് നിന്നെ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. വേറൊന്നുമല്ല, നിന്റെ കല്യാണക്കാരൻ തന്നെയാ. നെക്സ്റ്റ് വീക്ക് ഇന്ത്യയിൽ വെച്ചിട്ട് നിന്റെ എൻഗേജ്മെന്റാ. അത് കഴിഞ്ഞ് വളരെ അടുത്ത് തന്നെ നിന്റെ മാരേജ് ഈ കൊറിയയിൽ വെച്ചിട്ട് നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 2-3 ഡേയ്സിനുള്ളിൽ നമ്മൾ ഇന്ത്യയിലോട്ട് പോകണം. കാരണം നിങ്ങളുടെ എൻഗേജ്മെന്റ് ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഒട്ടും ടൈമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്ത്യയിലേക്ക് പോകണം. അതുകൊണ്ട് അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അയ്യോ മമ്മി ഇതെന്തൊക്കെയാ പറയുന്നത്? എൻഗേജ്മെന്റോ? അത് നെക്സ്റ്റ് വീക്ക്? അതെങ്ങനെ ശരിയാവും? ആദ്യം ഞങ്ങളൊന്ന് പരസ്പരം മനസ്സിലാകട്ടെ, എന്നിട്ട് പോരെ ഈ എൻഗേജ്മെന്റും കല്യാണമൊക്കെ. നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് ഞങ്ങളെടുത്ത ഡിസിഷനാണ്, മനസ്സിലായോ? അതിനെ ഒരിക്കലും മാറ്റാനും പറ്റില്ല. പിന്നെ ഇതെങ്ങാനും നീ എന്നെയും പറഞ്ഞ് മുടക്കാൻ വന്ന ഇനി എന്റെ വേറൊരു മുഖം നീ കാണേണ്ടി വരും. വെറുതെ എന്നെ കൊണ്ട് ധരിപ്പിക്കരുത്. നിന്ന് കളിക്കാതെ വേഗം പോയി കിടന്നുറങ്ങാൻ നോക്ക്. ബാക്കി ഞങ്ങൾ ചെയ്തോളാം. മമ്മി പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. ഞാൻ ജിയയ്ക്ക് വാക്ക് കൊടുത്തതാ, പരസ്പരം നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് മതി മാരേജ് അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ഒക്കെയെന്ന്. പക്ഷേ മമ്മി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പ്ലീസ് മമ്മി. നിനക്കൊരു കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നു നിന്റെ കണ്ടീഷൻ? നീ പറയുന്ന അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന്. പിന്നെ കാണിച്ചു, ആ പെണ്ണിനെ നിനക്ക് ഇഷ്ടമായി. ഇനി അതിൽ കൂടുതലൊന്നും വേണ്ട. ബാക്കി ഞങ്ങൾ തീരുമാനിച്ചോളാം. ഓക്കെ, എന്നാ ശരി. മമ്മി ഞാനൊന്ന് പറയട്ടെ. മമ്മി ഓ ശരി, എന്തേലൊക്കെ കാണിക്കും, ഞാനൊന്നും പറയില്ല.